ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. 3 മലയാള സിനിമകൾ തമിഴ് സിനിമയിൽ വെന്നിക്കൊടി പാറിച്ച് മുന്നേറുകയാണ്. ഇങ്ങനെ ഒരു ചരിത്ര സംഭവം മലയാള സിനിമയ്ക്ക് അടുപ്പിച്ചടുപ്പിച്ച് കിട്ടിയിട്ടില്ല എന്നായിരിക്കണം. അതുമാത്രമല്ല, അതിൽ ചില സിനിമകൾ തെലുങ്കിലേക്കും കൂടി വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ആലോചിക്കണം. ഏതാണ് 3 സിനിമകൾ? ഒന്ന് ബ്രഹ്മയുഗം. ബ്രഹ്മയുഗത്തെക്കുറിച്ച് 2 അഭിപ്രായമുണ്ടെങ്കിലും അത് 50 കോടി കവിഞ്ഞു. മമ്മൂട്ടിയുടെ ബെസ്റ്റ് പെർഫോമൻസ്. അങ്ങനെയാണത് ആ സിനിമയിൽ കൂടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും കുടുംബ പ്രേക്ഷകരെ, അതായത് കുട്ടികളെ അടക്കം ചിരിപ്പിച്ചുകൊണ്ട് പ്രേമലു എന്നുള്ള സിനിമ വളരെ മുന്നേറുകയാണെന്ന് ആലോചിക്കണം. അതിനൊപ്പം മഞ്ഞുമ്മൽ ബോയ്സ്. ഇങ്ങനെ ഈ 3 സിനിമ മലയാളത്തിൻ്റെ പ്രിയങ്കര സിനിമകളായി മറ്റു ഭാഷകൾ ഏറ്റുകഴിഞ്ഞിരിക്കുന്നു. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ, മമ്മൂട്ടിയുടെ സിനിമ 50 കോടി കടന്നപ്പോൾ തന്നെയാണ് പ്രേമലു വളരെ എളുപ്പത്തിൽ 50 കോടിയിലെത്തിയത്. പ്രേമലു പുതിയവരാണെന്ന് ആലോചിക്കണം. പുതിയ ആർട്ടിസ്റ്റുകൾ. അതിന് പേര് തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാനം. പ്രേമലു ഇതൊരു തെലുങ്ക് റീമേക്കാണോ എന്ന് ചോദിച്ചവരുണ്ട്. ഇത് ഹൈദരാബാദിൽ നടക്കുന്നൊരു സംഭവമാണത്. പ്രേമലു ഒരു പ്രണയകഥയാണ്. പൊട്ടിച്ചിരിക്കാം, ചിരിച്ച് അവരുടെ ടൈറ്റിൽ ഇപ്പം ഇങ്ങനെ വന്നു, ചിരിച്ച് ഊപ്പാട് വന്ന സിനിമ അല്ലേ. ചില പ്രയോഗങ്ങളുണ്ട് ചില സിനിമയ്ക്ക്. അപ്പോൾ ഈ 3 സിനിമകളും തമിഴിൽ ബമ്പർ ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനു മുമ്പ് ഇത്രയും 3 സിനിമകൾ അടുപ്പിച്ചൊന്നും തമിഴിൽ ബമ്പർ ഹിറ്റായിട്ടില്ല. അതിൽ അഭിനയിച്ച ചില ആൾക്കാരുണ്ട്, ആ സിനിമ ഏറ്റെടുത്തവരുണ്ട്. പിന്നെ അതിൻ്റെ പ്രത്യേകത, ഇപ്പം മമ്മൂട്ടി സിനിമ അവിടെ പ്രത്യേകതയാണ്, ഏറ്റെടുത്തിരിക്കുന്നു. പ്രേമലു വന്നിട്ടുണ്ട്, പ്രേമലു ഏറ്റെടുത്തിരിക്കുന്നു. അതൊരു തെലുങ്ക് സ്റ്റൈലിലുള്ള സിനിമയാണെന്ന് പറയുന്നുണ്ട്. എങ്കിലും തമിഴ് സിനിമ അത് ഏറ്റെടുത്തിരിക്കുന്നു. മറ്റൊന്ന് മഞ്ഞുമ്മൽ ബോയ്സ് ആണത്. ഈ മഞ്ഞുമ്മൽ ബോയ്സ് കമലഹാസൻ അതിൻ്റെ ആൾക്കാരെ വിളിച്ച് ക്ഷണിച്ച് വരുത്തി ആദരിച്ചു. എന്താ കാരണം? എറണാകുളത്തെ മഞ്ഞുമ്മൽ എന്നുള്ള സ്ഥലത്ത് നിന്ന് ഒരു സംഘം പേര് ടൂറ് പോവാണ്. എവിടേക്ക്? ഗുണ കേവിലേക്ക്. എന്താ ഗുണ കേവിൻ്റെ പ്രത്യേകത? ഗുണ കമലഹാസൻ സംവിധാനം ചെയ്ത് അഭിനയിച്ച വളരെ പ്രശസ്തമായൊരു സിനിമയാണ്. അതിലാണ് ഇപ്പോഴും വളരെ പ്രശസ്തമായ കമലഹാസൻ ജാനകിയും പാടിയ പാട്ട് അൻപോട് കൺമണി എന്നുള്ള വളരെ പ്രശസ്തമായ പാട്ട്. ആ പാട്ട് മഞ്ഞുമ്മൽ ബോയ്സിൽ അവർ ചേർത്തിട്ടുണ്ട്. അങ്ങനെ പലതുകൊണ്ടും ശ്രദ്ധയാകർഷിച്ച് പടം ഹിറ്റായി. ഈ പാട്ട് ഉള്ളത് കൊണ്ട് തന്നെ തമിഴ്നാട്ടിലത്തെ പ്രേക്ഷകർ ഏറ്റെടുത്തു. കാരണം അവർക്ക് അത്രയും പ്രിയപ്പെട്ടൊരു സിനിമയാണ് ഗുണ. ആ ഗുണ കുറച്ച് നിലവാരമുള്ള സിനിമ തന്നെയാണ്. എന്താ സംഭവം? ഇതിൽ മഞ്ഞുമ്മൽ ബോയ്സ് ഈ ഗുണ കേവിലേക്ക് പോകുമ്പോൾ ആ യാത്രക്കിടയിൽ ഇവരുടെ സംഘത്തിൻ്റെ ഒരുത്തൻ അവിടെ ആ ഗുഹയിൽ വീഴുന്നതാണത്. ആ സിനിമ നിങ്ങൾക്കറിയാലോ. ഇനി നിങ്ങൾ സിനിമ കാണും, അതിൻ്റെ സംഭവ വികാസങ്ങൾ. എന്നാൽ ഒറ്റയടിക്ക് 3 മലയാള സിനിമയ്ക്കാണത്. പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അത് ഒറ്റയടിക്ക് 3 സിനിമകൾ മത്സരിച്ച് 50 കോടി കവിഞ്ഞിരിക്കുന്നു. മറ്റൊരു സന്തോഷ വാർത്ത എന്താ? ബാഹുബലി സംവിധാനം രാജമൗലി അവരുടെ കമ്പനി ഈ പ്രേമലു എന്നുള്ള സിനിമ അവിടെ മൊഴി മാറ്റി വൻ തുക കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അതൊരു സന്തോഷ വാർത്തയല്ലേ? എന്നാൽ അവിടെ നടക്കുന്നൊരു സംഭവമാണ് ഈ പ്രേമലു എന്നറിയിക്കണം. പ്രേമലു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു തെലുങ്ക് ചുവയാണത്. ആദ്യം എല്ലാവരും അത് വളരെ ബുദ്ധിപൂർവ്വം കച്ചവട മനസ്സോടെ തന്നെയാണ് പ്രേമലു എന്ന് പേരിട്ടത്. പുതിയവരാണ് അഭിനയിച്ചിരിക്കുന്നത് ആലോചിക്കണം. അങ്ങനെ ആ സിനിമയും 50 കോടി കവിഞ്ഞു. മാത്രമല്ല തെലുങ്കിലെ രാജമൗലി അത് ഡബിങ് ആൻഡ് റൈറ്റ്സ് വാങ്ങി. ഇനി അവിടെ എത്ര കോടി കളക്ട് ചെയ്യുന്നറിയില്ല, എത്ര തുകയ്ക്കാണ് വാങ്ങിയെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ അതൊരു തെലുങ്ക് സിനിമ മാത്രമല്ല, എവിടെയും നടക്കാവുന്നൊരു സംഭവമുള്ളൊരു പ്രണയകഥയാണത്. അപ്പോൾ ആ സിനിമ ഇനിയും ബമ്പർ ഹിറ്റാവും. അപ്പോൾ അതുകൊണ്ട്
മമ്മൂട്ടിയുടെ സിനിമ മാറ്റിവെച്ചാൽ ഈ രണ്ട് സിനിമകളും ഏകദേശം പുതിയ ടീമുകൾ തന്നെയാണ്. അപ്പോൾ മലയാള സിനിമയ്ക്ക് ഇങ്ങനൊരു വസന്തകാലം തമിഴ്നാട്ടിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. അവർ തന്നെ പറയുന്നു 2024 മലയാള സിനിമയുടെ വസന്തകാലമാണത്. പ്രത്യേകിച്ച് ഞങ്ങൾ തമിഴ് സിനിമ ഉള്ള ആൾക്കാർ ഈ 3 സിനിമയും ഒറ്റയടിക്ക് ഒരു ഹാട്രിക് വിജയം നൽകിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ നൽകിയിരിക്കുന്നു. അത് കാണാൻ അവിടെ ബമ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നു. ആ സിനിമ കാണും ഇരച്ചു കയറുന്നു. ഒരു മലയാള സിനിമയ്ക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ സ്വീകരണമാണ് മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗത്തിനും മറ്റു 2 സിനിമ പ്രേമലുവിനും മഞ്ഞുമ്മൽ ബോയ്സിനും ലഭിച്ചിരിക്കുന്ന ആലോചിക്കണം. ഇതിനെ തുടർന്ന് ഇനി കുറേ സിനിമകൾ വരുന്ന ആലോചിക്കണം. നമ്മളെ സംബന്ധിച്ച് ഒന്ന് വിജയിച്ചാൽ ആ വിജയത്തിൻ്റെ തുടർച്ചയായി മറ്റൊന്ന് വരുന്നു എന്നുള്ളതാണത്. അതൊരു ശാപമാണ്. കാരണം ഒന്നിൻ്റെ വിജയത്തിൻ്റെ തുടർച്ചയല്ല വേണ്ടത്. നിങ്ങളുടെ മനസ്സിലൊരു കഥയുണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, നിങ്ങളത് ചെയ്തോ എന്നുള്ളതാണത്. അതല്ലേ ബ്രഹ്മയുഗത്തിൻ്റെ വിജയം. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടുമെന്നോ വിജയിക്കുമെന്നോ 2-3 കഥാപാത്രങ്ങളിൽ 2.5 മണിക്കൂർ സമയം കൊണ്ട് ഈ സിനിമ ഭ്രമിപ്പിച്ചുകൊണ്ട് ശരിക്കും പ്രേക്ഷകരെ ഭ്രമിച്ചുകൊണ്ട് വിജയിക്കുമെന്നോ നമ്മളാരും വിചാരിച്ചിട്ടില്ല. മാത്രമല്ല പ്രേമലു പോലുള്ളൊരു പുതുമുഖങ്ങളുടെ സിനിമ ഇത്ര കണ്ട് കുടുംബ പ്രേക്ഷകരെ പിടിച്ചിരുത്തുമെന്ന് പറയില്ല. കാരണം ഈ ബ്രഹ്മയുഗം കുടുംബ പ്രേക്ഷകരെ ഒന്നടങ്കം പിടിച്ചിരുത്ത സിനിമയല്ല. ഇത് കുട്ടികളടക്കമുള്ളവരാണ് പൊട്ടിച്ചിരിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും അടക്കമുള്ള വീട്ടുകളിൽ കുടുംബ പ്രേക്ഷകർ കുട്ടികളടക്കമുള്ള ചിരിച്ച് ഊപ്പാട് വന്ന സിനിമ. അങ്ങനെയും കുടുംബ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ ഈ പുതിയ സിനിമയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. അതുതന്നെയാണ് മഞ്ഞുമല ബോയ്സിനും വന്നിരിക്കുന്ന ആലോചിക്കണം. ഇനി അതിന് തുടർച്ചയായി കുറേ നല്ല സിനിമകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ അതിശയിപ്പിക്കുന്ന എന്താ, രാജമൗലിയെ പോലുള്ള ഒരു വലിയ സംവിധായകൻ, ബാഹുബലിയെ പോലെയുള്ള നിറയെ സിനിമകൾ സംവിധാനമുള്ള ആള് ഈ ഒരു പ്രേമലു പോലുള്ള സിനിമ ഏറ്റെടുക്കണമെങ്കിൽ അതിൽ സംതിങ് ഡിഫറൻ്റ് ആയിരിക്കും, ഡിഫറൻ്റ് പ്രണയകഥയുണ്ടായിരിക്കും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. അതൊരു പ്ലസ് പോയിൻ്റ് അല്ലേ. ചില സിനിമകൾ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ആര് സംവിധാനം ചെയ്യുന്നു എന്നുള്ളതാണ്, ആര് എഴുതുന്നു എന്നുള്ളതാണ്. MTയുടെ സിനിമയിൽ ഒരു സീൻ അഭിനയിക്കാൻ കൊതിക്കുന്ന പോലെ, ഇപ്പോൾ രാജമൗലിയുടെ സിനിമയിൽ ഒരു സീൻ അഭിനയിക്കാൻ കൊതിക്കുന്ന പോലെ രാജമൗലിയുടെ കമ്പനി പ്രേമലു പോലുള്ള പുതുമുഖങ്ങളുടെ സിനിമ മലയാള സിനിമ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് വലിയ വാർത്തയാണ്, അഭിമാനിക്കാവുന്നതാണ്. അത്തരം രീതിയിലേക്ക് മലയാള സിനിമ വളർന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ പറയും ആ സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാൾ ഫഹദ് ഫാസിലാണ് എന്ന്. ഫഹദ് ഫാസിൻ്റെ സ്വാധീനം കൊണ്ടല്ലേ രാജമൗലി ഈ സിനിമ ഏറ്റെടുത്തേ എന്നുള്ളത്. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു ക്രെഡിറ്റും ആർക്കും കൊണ്ടല്ല. കച്ചവടം തന്നെയാണ് സിനിമയിൽ. ആ സിനിമ ഇവിടെ വിജയിച്ചു എന്നുള്ളത് തന്നെയാണ്. ആ സിനിമ തമിഴ്നാട്ടിലും ബമ്പർ ഹിറ്റായി പോയി എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്ലസ് പോയിൻ്റ്. എല്ലാ ഭാഷകളിലും മലയാള സിനിമ നിറയട്ടെ, വെണ്ണിക്കൊടി പാറട്ടെ.